നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സോളാർ സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ധാരണപ്രകാരമാണെന്നും സമകാലിക മലയാളം വാരികയിൽ സോളാർ ഉരുണ്ടപ്പോൾ എന്ന പേരിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു. ജോൺ ബ്രിട്ടാസിനെ ഇടനിലക്കാരനാക്കിയായിരുന്നു CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചത്. ഇത് UDFും സർക്കാരും അംഗീകരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് 2013 ഓഗസ്റ്റ് 12 നടന്ന സെക്രട്ടേറിയറ്റ് വളപ്പിൽ സമരം 1.5 ദിവസം കൊണ്ട് അവസാനിച്ചത് എങ്ങനെയാണെന്ന് സോളാർ ഉരുണ്ടപ്പോൾ എന്ന പരമ്പരയുടെ 3ാം ഭാഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. താൻ കൂടി ഇടപെട്ടുകൊണ്ടാണ് സമരം ഒത്തുതീർപ്പാക്കിയത്. അതിന് തുടക്കം കുറിച്ചത് ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ കോൾ ആണ്. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ട എന്ന് ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചു ചോദിച്ചു. പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇതിനെ തനിക്ക് ബോധ്യമായതെന്നും ലേഖകൻ പറയുന്നു. വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറഞ്ഞ് CPM ആണ്. ഒത്തുതീർപ്പ് ഫോർമുല UDF അംഗീകരിച്ചു. UDFിൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിച്ചു. ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ ചർച്ചയിലും പങ്കെടുത്തിരുന്നു. ചർച്ചയിൽ കോടിയേരിയും പങ്കെടുത്തു. ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചത് ധാരണ പ്രകാരമായിരുന്നുവെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു.